ഇന്ന് രാവിലെ അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കലാത്തിയ പ്ലാന്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഇന്നലത്തെ മഴയത്ത് നല്ല വെള്ളം അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മഴയായിരുന്നു. മിനിഞ്ഞാന്നത്തെ മഴയിലെ വെള്ളം കമത്തിക്കളഞ്ഞായിരുന്നു. ഇത് ഇന്നലത്തെ ഒറ്റ ദിവസത്തെ മഴയിലെ വെള്ളമാട്ടോ. അപ്പോൾ ഇതിവിടെ വെക്കേണ്ട പോട്ടല്ല എന്ന് എനിക്ക് 2-3 മെസ്സേജൊക്കെ വന്നായിരുന്നു. വെയിലടിച്ച് കഴിയുമ്പം പോകും, വാടിക്കരിഞ്ഞു പോകും എന്നൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ഇത് വാങ്ങിയപ്പോൾ തന്നെ അറിയാമായിരുന്നു ഏറെക്കുറെ. പക്ഷേ ഒരു പരീക്ഷണാർത്ഥം വെച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറ്റി കേട്ടോ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പം സംഭവം എനിക്കും തോന്നി ഏലക്കൊക്കെ ഒരു മാറ്റം പോലെ നമ്മളവിടെ നിന്ന് മാറ്റി. പിന്നെ റെഡിയായിട്ട് ഈ ചൂടിനെ കൊണ്ട് വിട്ടിട്ട് ടൗണിൽ വരെ പോവുക കേട്ടോ. ടൗണിൽ ഒരു ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്, ഓണത്തിൻ്റെ ഒരു ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോയതാട്ടോ. അപ്പം ഇത് പൊന്മുടി കേട്ടോ. പൊന്മുടിയുടെ അവിടെ അച്ചാച്ചൻ മീൻ പിടിക്കാൻ വേണ്ടി വെറുതെ പോകുന്നതാണ്. അപ്പോൾ അവിടെ പോയപ്പം ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുവിടാനൊക്കെ ആയിട്ട് വന്നതാട്ടോ. ഇതാണ് പൊന്മുടി ഡാം. അപ്പോൾ നമ്മളിതിലാണ് അങ്ങോട്ടൊക്കെ പോണത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പം ഇവിടെ കാനവാഴ, തോട്ടവാഴ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാട്ടോ. ഇത് അങ്ങനത്തെ ഒരു ചെടിയാണ്. പക്ഷെ നമുക്കിത് കണ്ടു കഴിയുമ്പോൾ ഒരു ഹെലിക്കോണിയുടെ ലുക്കൊക്കെ തോന്നും കേട്ടോ. എനിക്കെന്തോ ഞാൻ കുറേ ദിവസമായി ഈ സാധനം തപ്പി കിടക്കുന്നു. നമ്മളിവിടെ പറിക്കാൻ നോക്കിയപ്പം അതിൻ്റെ വേര് പൊട്ടിപ്പോവുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്, എന്തെങ്കിലും ആയുധങ്ങളൊക്കെ വെച്ച്, കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ മണ്ണൊന്ന് തോണ്ടിയിട്ട് ഇളക്കിയെടുക്കുക. ഒന്ന് വഴി സൈഡിൽ നിൽക്കണേ കേട്ടോ. അതുപോലെ ഒരുപാട് സ്ഥലത്തൂടെ വഴി സൈഡിൽ കൂടെ ഇതിൻ്റെ പല പല കളറിലൊക്കെ ഉള്ളത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോട്ടം ഇട്ടിട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ അതിന് ശേഷം കയറിയേ.